അയോധ്യ പ്രാണപ്രതിഷ്ഠ വാർത്തകളിൽ നിറയുമ്പോൾ ഒപ്പം വാർത്തകളിൽ നിറയുകയാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രവും. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി എത്തിച്ചേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും ദർശനം നടത്തുന്നുണ്ട്. കനത്ത സുരക്ഷാ വലയമാണ് ക്ഷേത്ര പരിസരത്തായി എസ്പിജിയും പോലീസ് സംഘവും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ തൃപ്രയാർ പുഴയുടെ തീരത്തുള്ള ശ്രീരാമക്ഷേത്രത്തിലും ദർശനത്തിനായി എത്തിച്ചേരുന്നത്. തൃശൂർ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്രയാർ എന്ന സ്ഥലത്ത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശൂർ, എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രവും കൂടിയാണിത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നുമാണ്. ഭൂമിയിലെ ദേവമേള എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരത്തിലെ നെടുനായകത്വം വഹിക്കുന്നതും തൃപ്രയാർ തേവരാണ്. ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ ആദ്യം പൂജിച്ചിരുന്നത് ശ്രീരാമ വിഗ്രഹമാണെന്നും സ്വർഗാരോഹണത്തിന് ശേഷം വിഗ്രഹങ്ങൾ കടലിൽ നിമജ്ജനം ചെയ്തെന്നും അത് പ്രളയത്തോടെ കടലിലെത്തിയെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നീട് മത്സ്യത്തൊഴിലാളികൾക്ക് വിഗ്രഹം ലഭിക്കുകയും അന്നത്തെ ഭരണാധികാരിയായിരുന്ന വക്കയിൽ കൈമളെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. രാമായണ ഇതിഹാസത്തിലെ വിവിധ രംഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന മരം കൊത്തുപണികൾ, മ്യൂറൽ പെയിന്റിംഗുകൾ, ശില്പങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ. മീനൂട്ട് അഥവാ മത്സ്യത്തിന് തീറ്റ കൊടുക്കുന്നത് ക്ഷേത്രത്തിന്റെ തനതായ ഒരു വഴിപാടാണ്. ഇതുകൂടാതെ വെടിവഴിപാട്, കളഭാഭിഷേകം, അവൽ നിവേദ്യം, ഉദയാസ്തമന പൂജ തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരെയാണ്. നാളെ PM ഇവിടെ വരുന്നതിൽ സന്തോഷമുണ്ട്. തൃശ്ശൂർ എല്ലാ ടെമ്പിളും വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ്. Hi, my name is Arv and this is Mira. Me and her are both from the US. We both love Kerala and we also both love temples. This temple is looking very good. It is a fun fact, this temple has also been standing for 533 years. തൃപ്രയാർ ക്ഷേത്രത്തിൽ നമ്മുടെ മോദിജി വരുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടുത്തെ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ അതിന് കാണാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു. ഇത്ര വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങളിടയ്ക്ക് വരാറുള്ള ക്ഷേത്രമാണ്. ഇന്ന് വന്നപ്പോൾ അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി മോദിജിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണെന്നുള്ള കാര്യം. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിലും 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ തൃപ്രയാർ തേവരും ഇനി ദേശീയ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. ഭരിത പ്രതാപ്, ദൂരദർശൻ ന്യൂസ്, തൃശൂർ.